ഹലോ ഹായ് വെൽക്കം ടു സൈ ഹൈ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു IIT നൽകുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അതും സമ്മർ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് എക്സ്പോഷർ ഷോർ എന്ന് പറയുന്ന 2025 നമുക്ക് IIT ഹൈദരാബാദ് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതും വിത്ത് സ്റ്റൈപ്പൻ. ഒരു വൈഡ് വെറൈറ്റി, നമുക്ക് ഇതുവരെ കിട്ടിയ ഓപ്പർച്യൂണിറ്റീനേക്കാളും ഒരു വൈഡ് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈപ്പൻറ്റും അതേപോലെ തന്നെ നമ്മുടെ ടൈം ലൈനിനനുസരിച്ചിട്ടാണ് അവർ അതിന് ഒരുക്കിയിരിക്കുന്നത്. സോ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. അതിനുവേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഇതുപോലുള്ളതിലൊക്കെ ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് IIT ഹൈദരാബാദ് നൽകുന്നത് ടോട്ടൽ 250 ഇൻറ്റേൺസിനുള്ള എക്സ്ക്ലൂസീവ്ലി ഗേൾസിന് വേണ്ടിയിട്ട് 100 സെപ്പറേറ്റ് സീറ്റ്സാണ് അവർ പറയുന്നത്. ഓക്കെ, അതിലും ഗേൾസിന് മെജോറിറ്റി ഗേൾസാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗേൾസ് ഡൂ ദിസ്. കാരണം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം പേർക്ക് അത് ഷെയർ ചെയ്യുക. ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ കരിയറിൽ ഒരു നല്ലൊരു ഗ്രോത്ത് കാണിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ CV നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇത് കാണിക്കാൻ പറ്റുന്ന ഒരു സ്കിൽ പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. സോ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. സോ എന്തൊക്കെയാണ് ഇവിടെ നോക്കേണ്ടത് നമുക്ക് നോക്കാം. സോ ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫോർ സമ്മർ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് എക്സ്പോഷർ ഇൻറ്റേൺഷിപ്പ് 2025. ഇവിടെ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നതനുസരിച്ചിട്ട് അവർ BSc സ്റ്റുഡൻസിനല്ല ആക്ച്വലി ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഡിഗ്രി സ്റ്റുഡൻസിനല്ല. പകരം ഞാൻ പറഞ്ഞുതരാം. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഓൺലി നോൺ IIT ഹൈദരാബാദ് സ്റ്റുഡൻസ് വിത്ത് ദ ഫോളോയിങ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അവിടെയുള്ള സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നോൺ IIT സ്റ്റുഡൻസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഫസ്റ്റ് ഇയർ ഓഫ് MSc. അപ്പോൾ ഇത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണെന്ന് ഉദ്ദേശിച്ചിട്ട് ഡിഗ്രി സ്റ്റുഡൻസിനല്ല ഉദ്ദേശിക്കുന്നത്. BTech ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതാണ്. പക്ഷേ UG എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂഷ്വൽ ഡിഗ്രി സ്റ്റുഡൻസ് അല്ല, ഉദ്ദേശിക്കുന്നത് BTech ആണ്. അതൊന്ന് ഓർക്കുക. പിന്നെ അതേപോലെ തന്നെ MScയിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം മെജോറിറ്റി ഇതിൽ കേസസിലും വരാറ് അവർ പറയും ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഇപ്പോൾ കമ്മിങ് ആയിട്ടുള്ള മന്ത്സാണ്, സമ്മർ ഇൻറ്റേൺഷിപ്പൊക്കെ വരുന്നുണ്ട്. സോ ഇതുപോലുള്ള അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. സോ ഷുഡ് ബി ഫസ്റ്റ് ഇയർ ഓഫ് MSc മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പറയുന്നുണ്ട്, ഓർ MA ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ മാസ്റ്റേഴ്സിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനാണ് ഇവർ ഈ അണ്ടർ ഗ്രാജുവേറ്റ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ MA ഫസ്റ്റ് ഇയർ ഓർ ദ സെക്കൻഡ് തേർഡ് ഇയർ ഓഫ് BTech BDes ഓൾ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് പിള്ളേർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തേർഡ് ഓർ ഫോർത്ത് ഇയർ ഓഫ് ഇൻറ്റഗ്രേറ്റഡ് BTech അല്ലെങ്കിൽ MTech പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെ സ്റ്റഡീസ് ചെയ്യുന്ന, ഇതുപോലെ ബ്രാഞ്ചസിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതും വിത്ത് സ്റ്റൈപ്പൻ്റാണ് IIT ഹൈദരാബാദ് നൽകുന്നത്. സോ ഇനി കൂടുതൽ നോക്കുകയാണെങ്കിൽ എലിജിബിലിറ്റി ഞാൻ ഫസ്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്സിൽ 20% മാർക്ക്, അതായത് ക്ലാസ്സിൽ തന്നെ 20% ടോപ്പിൽ വരുന്ന സ്റ്റുഡൻസിൽ ഉള്ള ആൾക്കാരായിരിക്കണം. ഒരു പ്രിഫറൻസ് പറയുന്നുണ്ട്. അതുകൊണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്, മാക്സിമം വരെ അപ്ലൈ ചെയ്യാം. സോ ഒരു ലക്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി, പറയാതിരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ സർട്ടിഫൈഡ് ബൈ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആയിരിക്കണം. സോ നമുക്ക് ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് നെക്സ്റ്റ് ഓരോ സെമിസ്റ്ററിലും ടോപ്പേഴ്സ് ഉണ്ടാവില്ല, അതിലുണ്ടാകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് അതല്ലാത്തവരും അപ്ലൈ ചെയ്യാതിരിക്കരുത് എടുത്ത് പറയുന്നുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ ഷുഡ് ബി, നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം റെഗുലർ സ്റ്റുഡൻസ് ആയിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുക. അല്ലാതെ നിങ്ങൾ പാർട്ട് ടൈം അങ്ങനെ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നുണ്ട് വർക്ക് അവർ നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ അവർ പ്രോജക്റ്റിൽ നിങ്ങൾ ഒരു ഇൻറ്റേണായിട്ട് നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ ഫുൾ ടൈം വർക്കായിരിക്കും, റെഗുലർ സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നതായിരിക്കും. അത് കൂടുതൽ പറയുന്നുണ്ട്. ദെൻ മിനിമം എന്ന് പറയുന്നത് 1 month, മാക്സിമം 2 month ആണ്. പാർട്ട് ടൈം ഇവിടെ അതേപോലെ തന്നെ ഓൺലൈനും അലോ ചെയ്യില്ല എന്നവർ പറയുന്നുണ്ട്. ഇനി മേലുള്ള ഇൻഫർമേഷൻസ് നോക്കുകയാണെങ്കിൽ പറയുന്നുണ്ട് എമൗണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് 15,000 rupees 2 months നിൽക്കുന്ന സ്റ്റുഡൻസിന് തരാം. ഓക്കെ, സമ്മർ ഇൻറ്റേൺഷിപ്പാണ്. സോ 2 months ഒരു 15,000 rupees പെർ ഇൻറ്റേൺ തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് 1 month പറ്റുള്ളെങ്കിൽ പെർ മന്ത് അവർ 7,500 rupees തരുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ 1.5 month നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 rupees. ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി വേറെ ഏത് IITയും തന്നിട്ടില്ല. സോ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ടൈം ലൈൻ നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഫ്രണ്ട്സിനും ഈ ഒരു ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കാം. ഇൻറ്റേൺസ് ക്യാൻ ചൂസ് ദ 1 option. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ 1 month, അല്ലെങ്കിൽ 1.5 month, അല്ലെങ്കിൽ 2 month. ഇങ്ങനെയാണ്. 2 months കൂടുതൽ എക്സീഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്ന് ഒരിടത്ത് പറയുന്നുണ്ട്. നോ അതർ എമൗണ്ട് ഓഫ് ബെനിഫിറ്റ്സോ ആപ്ലിക്കബിളായി തരില്ല. ഓൺലി ഈ ഒരു തന്ന സ്റ്റൈപ്പൻഡ് മാത്രമാണ് പറയുന്നത്.
ദെൻ ഡ്യൂറേഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മന്ത് എന്ന് പറയുന്നത് മെയ് ആൻഡ് ജൂലൈ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്കൊരു സമ്മർ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് സമ്മർ ടൈമാണ്. നമുക്ക് മെജോറിറ്റി സ്റ്റുഡൻസിനും കേരളത്തിൽ ഇതായിരിക്കും, ലീവായിരിക്കും ഈ ഒരു സമ്മർ ടൈമിൽ. സോ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസിന് മാക്സിമം അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് വല്ല ക്ലാസ്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോടൊന്ന് ചോദിക്കുക, ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പൊക്കോട്ടെ എന്ന് ചോദിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മിനിമം എന്ന് പറയുന്നത് 1 month, മാക്സിമം 2 months ആണ്. സോ അതിന് അക്കോർഡിംഗ് ടു നിങ്ങൾ പ്ലാൻ ചെയ്യാം. പിന്നെ അക്കോമഡേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് IIT ഹോസ്റ്റലിൽ തന്നെ തരുന്നതായിരിക്കും. സോ നോക്കൂ, നമുക്ക് അക്കോമഡേഷൻ പോലും നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല, അക്കോമഡേഷൻ തരുന്നതാണ്. മെസ് ചാർജ് മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്താൽ മതിയാവും എന്നാണ് അവർ പറയുന്നത്. മെസ് ചാർജിനുള്ള ഫുഡിനുള്ള അതൊന്നും തരില്ല, ബട്ട് അക്കോമഡേഷൻ തരും എന്നാണ് പറയുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം അക്കോമഡേഷൻ ഫ്രീ ആണോ കാര്യങ്ങളൊക്കെ അവർ സൈറ്റിൽ തരുന്നതായിരിക്കും. മീൻസ് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളും അതിനനുസരിച്ചുള്ള റിപ്ലൈ കാര്യങ്ങൾ നമ്മളും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ആപ്ലിക്കേഷൻ സബ്മിഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പോർട്ടലുണ്ട്, ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. സോ വെബ് പോർട്ടലിൽ കയറി നമ്മൾ ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. സോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ഫോമും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇമെയിൽ, എല്ലാ ഡീറ്റെയിൽസും ഇവർ തരുന്നത് ഇമെയിലായിരിക്കും, അത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് നോക്കേണ്ടതാണ്. അവരല്ലാതെ പേഴ്സണലായിട്ടുള്ള ആ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് വേറെ ഒന്നും തരില്ല, ഇൻഫർമേഷൻസ് ഓൺലി മെയിൽ ത്രൂ മാത്രമാണ് കോൺടാക്ട് ചെയ്യുക. സോ അതുപോലെ തന്നെ ഡെഡ് ലൈൻ വരെ വെയിറ്റ് ചെയ്യരുത്, ഡെഡ് ലൈൻ കഴിഞ്ഞ് അവർ അക്സെപ്റ്റും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്നൊരു സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. സോ ഇപ്പോൾ തന്നെ നോക്കിയേക്കാം, നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഓൺലൈൻ മോഡിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് മെൻഡർ അല്ലെങ്കിൽ ഫാക്കൽറ്റി വൈസിനനുസരിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകുന്നതായിരിക്കും. ആ ഒരു സെലക്ഷൻ ബേസിസിൽ മാത്രമാണ് അവരെടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ്, പാർട്ടിസിപ്പേഷൻ, റെക്കഗ്നേഷൻ കോമ്പറ്റീഷൻ സച്ചസ് അങ്ങനത്തെ ഒളിമ്പിയാഡ് അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റ് സെർച്ച് എക്സാംസ് അങ്ങനെ വല്ലതുണ്ടോ അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് തരിക. സോ അതില്ലാത്തവരും അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലുള്ള കോമ്പറ്റീഷൻ നിങ്ങൾ പെർഫോമൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 4th February 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെയാണ് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നത്. സോ ഇന്ന് 9th ആയിട്ടേ ഉള്ളൂ. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് March 5th 2025 ആണ്. അതുപോലെ റിസൾട്ട് ഡിക്ലറേഷൻ കാര്യങ്ങൾ 10th May വരുന്നതായിരിക്കും. ദെൻ സ്റ്റാർട്ട് ഓഫ് പ്രോഗ്രാം എന്ന് പറയുന്നത് നെക്സ്റ്റ് March April ഡിക്ലറേഷൻ ഓഫ് ദ റിസൾട്ട്സും May പ്രോഗ്രാം സ്റ്റാർട്ടിങ്ങുമാണ്. അത് നോക്കുക, അവരത് അറിയിക്കും. ചില സമയത്ത് ഒരു ചെറിയൊരു ഡേറ്റിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. സോ അവരത് അറിയിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ, സെലക്ഷനും കാര്യങ്ങളും മെയിൽ ത്രൂ അവർ അറിയിക്കുന്നതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഓൺലി ത്രൂ മെയിലാണ്. അതുപോലെ വെബ്സൈറ്റ് നിങ്ങൾ കൂടുതൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ സെലക്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് മെയിലൊന്നും വരില്ല, അതും ശ്രദ്ധിക്കുക. സോ അതിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് എന്നും ശ്രദ്ധിക്കാം. ദെൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് IIT അതോറിറ്റീസിൻ്റെ ലാസ്റ്റ് ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കും. സോ നോ കറസ്പോണ്ടൻസ് ഷാൽ ബി എൻ്റർടൈൻഡ് ഇൻ ദ റിഗാർഡ്, അതും എടുത്ത് പറയുന്നുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ ഫോം അപ്ലൈ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോം വരും. പിന്നെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ സെയിം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി. ലിസ്റ്റ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ഫാക്കൽറ്റി ടു മെൻറ്റർ ദ ഷോർ ഇൻറ്റേൺ എന്ന് പറയാം. അപ്പോൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ ഏത് ഏരിയ ആണോ അതിനനുസരിച്ച് നോക്കുക. ഡിഫറെൻ്റ് ആണ്, ഒരുപാട് വരുന്നുണ്ട്. എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുണ്ട്, അതുപോലെ ഏത് ഫാക്കൽറ്റിയാണ് അവർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്ന് തന്നിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യും. ചില ടീച്ചേഴ്സൊന്നും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല, ചില ടീച്ചേഴ്സ് മെജോറിറ്റി നൽകുന്നുണ്ട്. ഓൺലൈൻ ലേണിംഗ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രോഗ്രാം. ബാക്കിയൊക്കെ അവിടെ പോയി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ദെൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കെമിസ്ട്രി, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡിസൈൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ദെൻ ഇൻ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, ലിബറൽ ആർട്സ്, മാത്തമാറ്റിക്സ്, മെക്കാനിക്കൽ ആൻഡ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്. ദെൻ ഒരുപാട് പ്രോഗ്രാമാണ് കേട്ടോ തരുന്നത്, കുറച്ചൊന്നുമല്ല, ഒരുപാട് വെറൈറ്റി ഓഫ് ഫീൽഡിലാണ് വരുന്നത്. മെക്കാനിക്കൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനത്തെ ഒരുപാട്. ഗ്രെൻകോ സ്കൂൾ ഓഫ് സസ്റ്റൈനബിലിറ്റി, ദെൻ ഹെറിറ്റേജ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി പ്രോഗ്രാം, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ മാത്രമായിട്ട് സ്പെസിഫിക്, അതിൻ്റെ ഒരുപാട് പ്രോഗ്രാംസാണ് വരുന്നത്. സോ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കും ഒരു encouragement out. So thank you for watching.